ഹലോ. ഹലോ, ആ ലിയക്കത്തലി അല്ലേ? അതെ, ആ, തിരക്കിലാണോ? തിരക്കിലാണെങ്കിൽ പിന്നെ വിളിക്കാം. ഞാൻ വീട്ടിലാണ്, കുഴപ്പമില്ല, പറഞ്ഞോ. ഒന്നുമില്ല, ഞാൻ കുറെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിക്കുന്നതാണ്. ഉം, ഓക്കെ, പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉം, അതിന്റെ കാരണം ഞാൻ പറയാം പിന്നെ. ഉം, ഞാൻ ഇപ്പൊ വിളിച്ചത് വേറെ ഒന്നിനുമല്ല, ഒരു തർക്കത്തിനോ ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല. ഉം, പക്ഷെ എനിക്ക് കുറച്ച് മാനസികമായ ഡൗട്ടുകളും ഉം, നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് ഉം, കുറച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഉം, ഞാൻ ഇപ്പോ ആദ്യം എന്നെ പറ്റി പറയാം. ഉം, ഇപ്പൊ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു എന്താ പോലെ പറയാ, ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ആളാണ്. ഉം, ഓക്കെ, പക്ഷെ ഈ മതത്തിലുള്ള ആളാണ്. ഉം, ഓക്കെ, അപ്പോ കുറെ വർഷങ്ങളായിട്ട് ഉം. ഞാനതൊന്ന് ഈ നോൺ പ്രാക്ടീസിങ് മുസ്ലിം എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരാളാണ്. ഉം, പക്ഷെ പണ്ട് ചെറുപ്പം തൊട്ട് ഒരു +2 വരെയൊക്കെ ഉം, ഒരുപാട് ഭയങ്കരമായിട്ട്, +2 അല്ല, ഡിഗ്രി വരെയൊക്കെ ഉം, ഭയങ്കരമായിട്ട് വിശ്വാസത്തോടെ നടത്തുകയും അതിന്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കും ഉം, ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഉം, ഓക്കെ, ഉം, പതിയെ പതിയെ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോ ഉം, അതിന് കുറച്ചിങ്ങനെ ഇതങ്ങനെയാണ് ഫുള്ളായിട്ട് നമ്മൾ പിന്തുടരാൻ പറ്റിയ നമുക്ക് തന്നെ ഒരു പ്രശ്നമാണെന്നുള്ള പോലെ ഒരു തോന്നൽ വന്നതിന് ശേഷം പതിയെ ഉം, പതിയെ അതൊന്ന് പോയി. പക്ഷെ ഉം, ഡെലിബറേറ്റ്ലി ഞാൻ അത് എവിടെയും പറയുകയോ ഉം, അങ്ങനെ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഉം, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യമാണ് അതൊക്കെ. ഉം, ഉം, അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഉം. അത് അപ്പോ അതൊന്ന് നിങ്ങൾ എങ്ങനെ മുൻപോട്ട് പോയി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടും അപ്പൊ ഉണ്ടായ നിങ്ങളുടെ മാനസികാവസ്ഥയെ പറ്റിയിട്ടൊന്ന് നിങ്ങൾക്ക് സമയം അല്ല, ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ചോദിക്കണം. ഓരോ ഘട്ടത്തിലും നമ്മുടെ ബോധ്യത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. അപ്പം ഉം. എന്റെ വായനയും പഠനവും അതിന്റെ കൂടെ തന്നെ തുടർന്നു. നമ്മൾ മുൻവിധി ഓക്കെ. ഒന്നും ഇല്ലാണ്ട്, അതായത് ഡൗട്ട് വന്നതോടുകൂടി പിന്നെ നമ്മൾ ഉം. മുൻവിധി ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അതെ. അതായത് ഉം. പൂർണ്ണമായിട്ടും ശരിയാണ്, ഇതിലുള്ളത് കൊണ്ട് നമ്മൾ ഇത് വിശ്വസിക്കണം, ഇതിലുള്ളതെല്ലാം ശരിയായിരിക്കും എന്ന മുൻവിധിയാണ് ഉപേക്ഷിച്ചു. ഉം. മനുഷ്യന് എന്താണ്, ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യന് എന്താണ് ഗുണം, സമൂഹത്തിന് എന്താണ് ഗുണം എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ഒരു ധാരണ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടല്ലോ. ഉം. ഉം. അപ്പൊ ഉം. അതിന് അനുകൂലമാകുന്ന രീതിയിൽ നമ്മൾ നമ്മളെ ജീവിതത്തിനെ സ്ട്രക്ചർ ചെയ്യുന്നു. ഉം. മുന്നോട്ട് ഈ മതത്തെക്കുറിച്ചുള്ള പഠനം അത് കുറച്ചുകൂടി പിന്നെ സീരിയസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. ആ സമയത്ത് നമ്മൾ മുൻവിധി ഒഴിവാക്കുന്നു. ഓക്കെ. പിന്നെ നമ്മൾ പരിഷ്കരണം നടത്തുന്നത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ നടക്കുന്നത്. ഉം. മതത്തിനോടുള്ള കലഹമൊക്കെ എന്ന് പറയുന്നത് പിന്നീട് തുടങ്ങുന്നതാണ്. നമ്മൾ ആദ്യം ഉം. കലഹിക്കേണ്ടി വരുന്നത് നമ്മളോട് തന്നെയാണ്. കാരണം നമ്മളെ രീതികൾ, ശീലങ്ങൾ ഉണ്ടാവും. ഉം. ഈ സ്വത്വബോധം എന്നൊരു സാധനം ഉണ്ടാവും. ഉം. 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 മനസ്സിലായോ? അതൊക്കെ ഉം. നമ്മൾ വളരെ മനഃപൂർവ്വം, വളരെ പ്രയാസപ്പെട്ട് തന്നെ നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അൺലേൺ ഓക്കെ, ചെയ്യാന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ്. മനസ്സിലായി. അത് അപ്പോ കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് അങ്ങനെ ഒരു നോൺ പ്രാക്ടീസിങ് ആണ്. ഉം, ഓക്കെ, പക്ഷെ നമ്മൾ നാട്ടിൽ പോകുമ്പോഴോ വീട്ടിലുള്ളപ്പോഴോ ഉം, അവരെ കാണിക്കാതെ ഉം, ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ ഉം, അതിൽ വേറെ കാര്യം, ഇതിൽ പേടിയുടെ ഭാഗമല്ല. എന്താ ഉം, സംഭവിച്ചാൽ ഉം, വീട്ടിലുള്ളവർ ഇതിനെ ഭയങ്കരമായി ഡീപ് റൂട്ടഡ്ലി ഉം, അവർ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉം, സോ അവിടുന്ന് ഡെലിബറേറ്റ്ലി നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മാനസികമായ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും. ഉം. അപ്പൊ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തിനിപ്പോ നമ്മുടെ കാര്യം നമുക്ക് ഞാനും എന്നുള്ള കുറെ കാലം പോലെയാണല്ലോ. അങ്ങനെ തന്നെയായിരുന്നു. ഇത് അവരായിട്ട് തുടങ്ങി വെച്ചതാണ്. ഇപ്പൊ എന്നെയൊക്കെ ഇതിലേക്ക് മനഃപൂർവ്വം വലിച്ചിട്ടതാണ്. അത് ശരി. ഓക്കെ. അതിനുശേഷമാണ് ഞാനിത് പറഞ്ഞു തുടങ്ങിയത്. ഞാൻ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു, ഉമ്മക്ക് ഒരു വിഷമം ഉണ്ടാവരുത്. ആ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഉമ്മാന്റെ വിശ്വാസത്തെ പറഞ്ഞ് തിരുത്തേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള ഉം. പ്രായമൊന്നും അല്ല അവർക്ക്. അപ്പൊ അതെ അതെ, അതുകൊണ്ട് അതാണ്. അവരുടെ ആ ഉം. ഒരു സെന്റിമെന്റ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഉം. ഉം. അതിനെ ഇവര് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ, ഇപ്പൊ ഞാനും ഉമ്മയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ഉം. കണക്ഷനെ ഒക്കെ അവര് ഉം. എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഉമ്മാന്റെ ഉം. ഇമോഷൻ വെച്ചിട്ട് എന്റെ വിശ്വാസത്തെ റീസ്റ്റോർ ഓക്കെ. ചെയ്യാനുള്ള ശ്രമമൊക്കെ അറിഞ്ഞവര് നടത്തി എന്നുള്ളതാണ്. ഓക്കെ, അതുവരെ എന്റെ കാര്യം. രഹസ്യമായിട്ട് കുറെ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പം കുടുംബത്തിലുള്ള കുറച്ച് പേർക്കൊക്കെ ആ മനസ്സിലാവും. ഓക്കെ. കൂട്ടുകാർക്ക് അറിഞ്ഞാൽ നാട്ടുകാർക്ക് അറിയും, നാട്ടുകാർ അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലറിയും. ഉം. അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ സോഷ്യലായിട്ടും ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നടക്കുന്ന ഇത്തരം ഫംഗ്ഷൻസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭാഗമായിരുന്നു. അവിടെ ഉം. മരണങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ രീതികളിൽ തന്നെ മുന്നോട്ട് പോകും. നമുക്ക് വിശ്വാസമില്ല, നമ്മളതിനെ ആ രീതിയിൽ തന്നെ ആ ഒരു ഉം. കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അങ്ങനെ നിന്ന് പോയിരുന്നു. പക്ഷെ അതിനെ ഇത് തിരിച്ചറിഞ്ഞ് നമ്മളെ ടാർഗറ്റ് ചെയ്യാനും നമ്മളെ വിശ്വാസം ഞാൻ തിരിച്ച് വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ള വാശിയോടുകൂടി അതിന് ചില തെറ്റായ രീതികളൊക്കെ അവർ സ്വീകരിച്ചപ്പോഴാണ് പിന്നെ പരസ്യമായിട്ട് പറയാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ. ഓക്കെ, അങ്ങനെയാണ് എന്റെ പരസ്യമായിട്ട് പറയാൻ കാര്യത്തില് തുടങ്ങിയത്. എന്റെ കാര്യത്തിൽ എങ്ങനെ വെച്ചാ ഇത് പൊതുവെ അറിയാം.
ഇപ്പോ ഉം, ഇത് വീട്ടിലാണെങ്കിൽ ഇപ്പൊ അറിയാം ഞാനിതൊന്നും അങ്ങനെ ഉം, കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഉം, പക്ഷെ ആരും എന്നെ വലിച്ചിടാനൊന്നും ശ്രമിക്കുന്നില്ല. ഉം. ഓക്കെ. അത്ര അപ്പോ കാലത്തോളം പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല. ഇക്ക് മനസ്സിലായി, ഉം, ഇതൊന്നും എന്താ മനസ്സിലായിച്ചാ ഇന്റെ ഇതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനെന്താ ഉം, വെച്ചാ അതൊരു പ്രശ്നമാക്കണില്ലല്ലോ എവിടെയും. ഉം, അപ്പൊ അത്രത്തോളം കാലം അവർക്കത് ആരും എന്നെ നിർബന്ധിക്കണമെന്നില്ല ഒന്നിനും. ഉം. അപ്പൊ ഇക്ക് മനസ്സിലായി ഞാനിത് അല്ലാത്ത ഡെലിബറേറ്റ്ലി കാലത്തോളം വ്യക്തിയെ സംബന്ധിച്ച് അതിനോട് ആ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു ആ ഇല്ല സിറ്റുവേഷനില്. ഇല്ല അതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യണില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വിളിച്ചതിന് വേറൊരു ഉദ്ദേശം കൂടി, ഉം, ഇതൊക്കെ ഹാവിങ് സെഡ് ഓൾ ഓഫ് ദീസ് തിങ്സ്, ഉം, വേറെ അടുത്ത സൈഡിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഇത് ഉം, വിശ്വസിച്ചിരുന്ന ഒരു കാലവും ഉം, ഡീപ് റൂട്ടഡ്ലി വിശ്വസിച്ചിരുന്ന കാലം ഞാനിപ്പോ ഒരു ഹാഫ് വേയിൽ നിൽക്കുകയാണ്. ഉം, അറിഞ്ഞൂടാ. ഉം, എന്നോട് ഇപ്പൊ ഒരാള് ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാന്നറിയോ? ഉം, എനിക്ക് അറിയില്ല എന്നാ പറയാ. ഉം, കാരണം ഉണ്ടെന്ന് പറയാനും വയ്യ, ഇല്ലാന്ന് ഉം, പറയാനും ഉം, വയ്യ. അതുകൊണ്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ഉം, ഒരു സ്റ്റാൻഡ് എടുക്കണത് നല്ലതല്ലേ ഉം, എന്ന് ആലോചിച്ചിട്ട് ഉം, അങ്ങനെയാണ് പറയാ ഉം, പൊതുവെ. ഉം, അങ്ങനെ ഞാൻ വീട്ടിൽ പോയാൽ പറയാറില്ല. ഈ ചോദ്യമൊന്നും വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് ഉം, വീട്ടിലത്തെ കാര്യം വിടാം. ഓക്കെ. പക്ഷെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും. ഉം, ഇപ്പോ ഞാൻ ഉദാഹരണം പറയാം. എന്നാള് ഞാനൊരു വഴിക്ക് പോണ വഴിക്ക് ഉം, കാറ് പെട്ടെന്നൊന്ന് സ്റ്റോപ്പായി. ഉം, ഒരു ബസ് പെട്ടെന്ന് സൈഡിൽ കൂടെ വന്നു. പെട്ടെന്നാണ്ട് ഒരു സമൂഹത്തിൽ ട്രാഫിക്കിൽ ഉം, ഞാൻ സൈഡാക്കേണ്ടി വന്നു. ഉം, നല്ല സഡൻ ബ്രേക്ക്. ഉം, അപ്പോ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടി അറിയാതെ ഞാൻ മറ്റേ ദൈവത്തിനെ വിളിച്ചു. ഉം, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു, ഉം. ആൾ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴും ഒരു ബേജാറ് വരുമ്പോ മനസ്സ് പെട്ടെന്ന് വിളിക്കാൻ തോന്നുന്നത് അങ്ങനെയാണല്ലോ. അത് അപ്പൊ നമ്മൾ ചെറിയ പ്രായം അതെന്തുകൊണ്ടായിരിക്കും? തൊട്ട് പ്രാക്ടീസ് ചെയ്ത് ഉം. തന്നെയാണ്. ഞാൻ അതായിരിക്കും. ഞാൻ അങ്ങനെ ഉം. വിളിക്കാറില്ല. എനിക്ക് ആ വിളിയില്ല. അതായത് ഞാൻ ഉം. പണ്ട് ചെറിയ പ്രായം തൊട്ട് ഞാൻ ഉമ്മാന്ന് വിളിച്ചിരുന്നു. അപ്പൊ ആ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ, നമുക്കൊരു പ്രയാസം വരുമ്പോ ഞാൻ അള്ളാന്ന് വിളിക്കൽ കുറവായിരുന്നു, അല്ല, വിശ്വാസിയായിരിക്കുമ്പോ തന്നെ. വിളിക്കാന്നുള്ളതിനേക്കാൾ ഒരു വേർഡ് എന്നുള്ളതിനുപരി ആ മനസ്സ് ഒരു കാര്യത്തിന് ആശ്രയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഓക്കെ. നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ പേരോ ആ ഒരു മുഖമോ നമുക്ക് ഓർമ്മ വരിക എന്നുള്ളത്. അപ്പൊ നമ്മളൊരു പ്രയാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഉം. നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു മുഖം നമ്മളെ മനസ്സിലേക്ക് വരും, ഒരു നാമം, ഒരു വാക്ക്, ഉം. അല്ലെങ്കിൽ ഒരു നമ്മളെ നാക്കിലേക്ക് വരും. അതൊരു അതെ സൈക്കോളജിക്കൽ സാധനമാണ്. അതെ അതെ അത് അതെ. ആ സിറ്റുവേഷനിൽ ഏതെങ്കിലും തരത്തിൽ വേർപ്പം ഞാൻ ഇപ്പൊ പെട്ടെന്ന് വീഴാൻ പോയി, അപ്പൊ ഞാൻ ഉമ്മാന്ന് വിളിച്ചു. എന്റെ ഉം. ഉമ്മാക്ക് എന്നെ വന്ന് താങ്ങി പിടിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ അള്ളാന്ന് വിളിച്ചു, അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് മനസ്സിലായി കിണറിലോട്ട് മനസ്സിലായി. ഇല്ല, വീഴാണ്. നിങ്ങൾ ഏഹ് വരുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു ആ മനസ്സിലായി. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാ, ഉം ഇപ്പോ നമ്മളിപ്പോ ഈ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലായ്മയിലേക്ക് പോകുമ്പോൾ ഉം ശരിക്കും നമുക്കങ്ങനെ അധീനത നമ്മുടെ ഉപരിയായിട്ട് ഒരു സംഭവം ഇല്ല എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതെ. അതായത് മനുഷ്യനെ അങ്ങനെ പേടിക്കേണ്ടതോ അല്ലെങ്കിൽ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നതോ. നമ്മളുടെ ഭൗതിക അല്ലല്ല, ഞാൻ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അദൃശ്യ ക്വസ്റ്റ്യൻ ഞാൻ ശക്തി ഇല്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തല്ലോ. ആ ഒരു മിനിറ്റ്. എന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും എന്താ ചോദിക്കണമെന്ന്. ഉം ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു വിശ്വാസത്തിൽ നമ്മളുള്ളപ്പോ നമ്മുടെ ഉം ഉപരിയോ നമ്മുടെ അധീന ശക്തി ഇല്ല. ഉം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നതോ നമ്മളെ ശിക്ഷിക്കാൻ പോകുന്നതോ ആയ ഒരു അധീന ശക്തി ഇല്ല. ഉം അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെ സ്വതന്ത്രമായിരിക്കുമ്പോ ഉം പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം വരുമ്പോ നിങ്ങൾ എന്താണ് ആത്മീയപരമായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തിനെങ്കിലും ആശ്രയിക്കാൻ നമുക്ക് ഒരു തോന്നൽ വരുമല്ലോ. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇപ്പൊ അതാ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞത്. ഒരവസ്ഥയില്? ഞാൻ പറഞ്ഞത് അത് ഞാൻ അൺലേൺ ചെയ്ത് കളഞ്ഞതാണ് എന്ന് പറയാം. ഇപ്പൊ ഓക്കെ. ഒരു അപ്പൊ സിറ്റുവേഷനിൽ ഞാൻ ഉം. എന്റെ ചെറിയ പ്രായം തൊട്ട് എനിക്ക് ആ ചോദ്യം മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതായത് ഓക്കെ. എനിക്കത് ആദ്യം മുതലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ശീലിച്ചിരുന്നത്, എന്റെ വായിലധികം വന്നുകൊണ്ടിരുന്നത് ഉമ്മ എന്നുള്ള വിളിയാണ്. ശരി. ഓക്കെ. ഉം. ഇപ്പോഴും ഞാൻ ഉമ്മയെന്ന് തന്നെയൊക്കെ വിളിക്കുക. മീൻസ് ഇപ്പൊ നമ്മള് ഭയങ്കര ഉം. വലിയ സംഭവം എന്തെങ്കിലും കാണുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു അപകടം നടക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉം. മുന്നിൽ വരുന്ന ഉമ്മ എന്നുള്ള വിളിയാണ്, ഉമ്മ എന്നുള്ള വിളിയാണ്. ഉം. മനസ്സിലായോ? അത് നമ്മള് ആ ഒരു ആശ്രിതത്വത്തിന്റെ വിളിയിലല്ല. അത് ഉം. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ചെറിയ പേടിയിൽ ഞാൻ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്. ചെറിയ പ്രായത്തിൽ ഒരുപാട് കാലം ഞങ്ങൾ ഒറ്റയ്ക്ക് ഉം. താമസിക്കേണ്ടി വന്നിട്ട്, ഉപ്പാന്റെ മരണത്തിന് ശേഷം ജ്യേഷ്ഠന്മാരൊക്കെ ഉം. പല പല വഴിക്ക് പോയി, ഉം. അനിയന്മാർ പഠനാവശ്യത്തിന് വേറെ പോയി. അപ്പൊ ഞങ്ങള് ഒറ്റയ്ക്ക് കുറെ കാലം താമസിച്ചു. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ആയിരിക്കാം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് ഞാൻ വിളിക്കുന്നവർ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. അതിനെ സംബന്ധിച്ച് അതൊരു അധീന ശക്തി എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മളെക്കാളും നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ശക്തി എന്നുള്ള രീതിയിലല്ല. അത് നമ്മൾ ചെറിയ പ്രായത്തിൽ വിളിച്ച് ശീലിച്ച ഒരു ശീലം അവിടെ ഉണ്ട് എന്നുള്ളേ ഉള്ളൂ. ഓക്കെ. അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഒരു ദൈവം അല്ലെങ്കിൽ നമ്മൾ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ നിന്ന് മറികടക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഉം. ഒരു 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 ശക്തി ഇല്ല. എന്ന ഒരു ബോധ്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോ ഒന്നും എനിക്കില്ല. ഇല്ല അല്ലെ? അത് ഞാൻ അപ്പൊ അൺലേൺ ചെയ്ത് കളഞ്ഞതാണ്. അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷനിൽ കളഞ്ഞതിന് നമ്മൾ ചെയ്യുന്നത് ആ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. എനിക്ക് ഇതൊരു അതാണ് അറിയേണ്ടത്. പാനിക് നിങ്ങൾ സിറ്റുവേഷൻ എന്താ ആണ്. ചെയ്യണമെന്നാണ് അറിയേണ്ടത്. ഇതൊരു പാനിക് സിറ്റുവേഷൻ ആണ്.
ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ റാഷണൽ തിങ്കിങ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോളുന്നില്ല ആ ഒരു കുറച്ച് സെക്കൻഡില്. അതെ അതെ യെസ് അത് കഴിയുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നോ അതാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ ഒരു കുട്ടി ഓക്കെ വീണു, ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് ഒരു പെട്ടെന്നൊരു അസുഖം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെ ആ ചിന്തയിലേക്ക് പെട്ടെന്ന് വരിക എന്നുള്ളതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം. അതാണ് ഞാൻ ചെയ്യാറുള്ളതും. പൊതുവേ ഇപ്പൊ വിശ്വാസികളാണെങ്കിൽ പോലും അത് പക്ഷെ കുറച്ച് പണിയാണ് കേട്ടോ, അത് കുറച്ച് ആ, ശ്രമകരമായിട്ടുള്ള പണിയാണ്. അതെ അതെ വളരെ ശ്രമകരമാണ്. ഉം. അടുത്ത ഇത് ഇപ്പൊ വിശ്വാസികളാണെങ്കിൽ പോലും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഉം. നമ്മുടെ നാട്ടിലൊക്കെ അവർക്ക് അറിവുള്ള ഒരു കാര്യത്തിലാണ് അവർക്കൊരു പ്രശ്നം പറ്റിയിരുന്നെങ്കിൽ എന്താണ്ടാവുമെന്നറിയോ? ഉം. അവർ വേഗം അതിനെപ്പറ്റി അറിയുന്ന സ്ഥിതിക്ക് അടുത്തത് എന്താ ചെയ്യാന്ന് നോക്കിയിട്ട് ചെയ്യും. ഉം. നമ്മളിപ്പോഴും ഇന്നൊരു ശക്തിയിൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് അതിന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാത്തപ്പോഴാണ്. ഉം. ഉം. ആണല്ലോ. ആണ്. അപ്പോ അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ ചിലവര് അങ്ങനെ വിളിക്കുമ്പോ അവർക്ക് ഒരു ധൈര്യം കിട്ടുന്നുണ്ട് എവിടുന്നോ. ഉം. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും. അത് ആയിരിക്കും. സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. ഉം. ഓക്കെ. പക്ഷെ അതൊരു സൈക്കോളജിക്കൽ സിനാരിയോ ആണെന്ന് പറയാം. സൈക്കോളജിക്കൽ സെനാരിയോ ആണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ സൈക്കോളജിക്കൽ സെനാരിയോ ഉള്ളപ്പോ അങ്ങനെ ഒരു വിശ്വാസത്തിലൂടെ എന്തെങ്കിലും ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റുണ്ടോ? ആ വിശ്വാസത്തിൽ തെറ്റല്ല. ആ വിശ്വാസം പലപ്പോഴും അബദ്ധത്തിലെത്തിക്കും. ഓക്കെ. അതായത് നമ്മള് ഈ ശക്തി, എല്ലാത്തിനും കഴിവുള്ള ഒരു ശക്തി നമ്മളെ സഹായിക്കാനുണ്ടെന്നുള്ള വിശ്വാസം പലപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ അമാന്തത്തിനോ അല്ലെങ്കിൽ അശ്രദ്ധയ്ക്കോ കാരണമാവും പലപ്പോഴും. ഇപ്പോ ഉദാഹരണത്തിന് ഒരാൾക്ക് അസുഖം വന്നു, അപ്പോ പെട്ടെന്ന് ആദ്യം അടുത്തുള്ള തങ്ങളടുത്ത് കൊണ്ടുപോകണോ എന്നൊരു ചിന്ത വന്നാൽ, അല്ലെങ്കിൽ മനസ്സിലായോ, കുറച്ചേരം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇന്ന അസുഖത്തിന് ഇന്ന സൂറത്ത് ഓതാനാണ് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അത് ഒരു പക്ഷെ ആളുടെ ജീവൻ അപകടത്തിലാക്കും. അതാക്കും. പക്ഷെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതും കൂടി ചെയ്യുമ്പോ പ്രശ്നമില്ല. അത് ഒരാളുടെ ആശ്വാസത്തിന് അയാൾ എന്ത് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ഈ സിനാരിയോയിൽ ഇത് ഇമ്പാക്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നമ്മള് അതിപ്പോ ഡോക്ടർമാരൊക്കെ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരായിട്ടുള്ള ഡോക്ടർമാർ സർജറി ഒക്കെ കഴിഞ്ഞ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാള് ഒബ്സർവേഷനിൽ കിടക്കുകയാണ്, ഒരു 50-50 സ്റ്റേജിൽ നിൽക്കാൻ ഒരു 90% ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാലും ഒരു 10% പ്രശ്നം സാധ്യത ഉള്ള ഒരു കേസില്, ഏത് കേസിലും ഡോക്ടർമാർ പുറത്തു വന്നിട്ട് എന്താ പറയാ, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അത് ഇവരുടെ മാനസികമായിട്ടുള്ള സമാധാനത്തിന്, ഇവർക്ക് ഇങ്ങനെ മനസമാധാനം കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഡോക്ടർക്ക് എളുപ്പമാണ്, ഡോക്ടർക്ക് റിസ്ക് ഫ്രീ ആണ്, ഇവർക്കൊരു ആശ്വാസം. അങ്ങനത്തെ വിശ്വാസങ്ങൾ മറ്റൊരു മനുഷ്യനെ ബാധിക്കാത്ത വിശ്വാസങ്ങളോട് നമ്മൾ കലഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാനും ചെയ്യാറില്ല. ഞാനിപ്പോ ഇവരുടെ ഞാൻ ഇവരുടെ ആരാധനകളൊന്നും പരിഹസിക്കാറില്ല. മനസ്സിലായോ? അവരുടെ ആരാധന അത് അവരുടെ വിശ്വാസമാണ്. പക്ഷെ ചില ആരാധനകളിലുള്ള അശാസ്ത്രീയത പറയും. ഇപ്പൊ ബലിയുടെ പ്രശ്നം നമ്മൾ പറയും. അതേപോലെ ഈ നോമ്പ് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ തള്ളിയും കൊണ്ട് വരുമ്പോ നമ്മളത് ശാസ്ത്രീയമാണോ എന്ന് നോക്കും. അല്ല, അതായത് ഡ്രൈ ഫാസ്റ്റ് എന്നൊരു സാധനം ഉണ്ട്. ഓക്കെ, വാട്ടർ ഫാസ്റ്റ്, ഡ്രൈ ഫാസ്റ്റ്, രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഭയങ്കര സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള കുറെ പഠനങ്ങളും കുറെ ചിന്തകളും കുറെ അഭിപ്രായങ്ങളും. ഒരാള് ഫാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മറ്റേ ഈ രീതിയിലല്ല, ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ടോ? അതോ ഫാസ്റ്റിംഗ് നല്ലതാണ്. ഇപ്പൊ നമ്മളെ ദഹനവ്യൂഹത്തിന് എപ്പോഴും കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നതും കുറച്ച് റിപ്പയറിനുള്ള സമയം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഈ 30 ദിവസം കണ്ടിന്യൂസ് ആയുള്ള നല്ലതല്ലെങ്കിൽ ഒട്ടും ശാസ്ത്രീയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ വായനയില്. ഏത് രീതിയിലായിരുന്നു അപ്പൊ നല്ലത്? ഒരാൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഏത് രീതിയിലുള്ള ഫാസ്റ്റിംഗ്? വെള്ളം കുടിക്കാതെയുള്ള ഏത് തരം ഫാസ്റ്റിംഗ് അപകടകരമാണ്. കുടിക്കാത്തത് അല്ലേ? വെള്ളം എന്ന് പറയുന്നത് നമ്മള് പ്യുവർ ഫോം ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ ചെല്ലണം. അതില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇതിനെ ബാധിക്കും, മെറ്റബോളിസത്തിനെ ബാധിക്കും, പല പ്രശ്നങ്ങളും ഉണ്ട്. ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പകല് മുഴുവൻ വെള്ളം കുടിച്ചില്ലെങ്കിലും അയാൾക്ക് അവര് അതിജീവിക്കും വൈകുന്നേരം വരെ. പക്ഷെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങള് അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പം ഹൈഡ്രേഷൻ ഉള്ള ഫാസ്റ്റിംഗ്, ഇപ്പൊ വെള്ളം ഇടയ്ക്ക് കുടിച്ചുകൊണ്ട് ഇടയ്ക്ക് ഉപവാസം എടുക്കുന്നത് നല്ലത് തന്നെയാണ് ശരീരത്തിന്. അതാണ് എന്റെ മനസ്സിലാക്കൽ. നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ ഞാൻ കറക്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാല്, ഓൾറെഡി അന്വേഷിച്ചിട്ട് കുറച്ചൊക്കെ അറിവ് കിട്ടിയിട്ടുള്ള കാര്യത്തെ കുറിച്ച് ഞാനൊരു സീക്കിങ് പിന്നെ എടുക്കുകയാണ് ഇതൊക്കെ. അല്ല, ഇത് നമ്മൾ പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് ഒന്നല്ലല്ലോ. നിങ്ങള് എല്ലാവരും അവരവരുടെ പഠനം അന്വേഷണം, എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. മനസ്സിലാക്കലും അത് തന്നെയാണോ? ചിലപ്പോ അതിന് തെറ്റുണ്ടാവാം,
ആ എന്റെ ആ മനസ്സിലാക്കലിൽ ഇപ്പൊ ചിലപ്പോ അതെ. തെറ്റുണ്ടാവാം. ഉം. ഞാൻ ഈ ഞാനത് ഡ്രൈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ കുറച്ച് വായിക്കും ചെയ്തിട്ടുണ്ട്. ഉം. അപ്പൊ ഡ്രൈ ഫാസ്റ്റിങ്ങിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. പക്ഷെ അതിന് സയന്റിഫിക് സ്റ്റഡീസ്, അതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു അതിനെ സപ്പോർട്ടീവ് സ്റ്റാൻഡ് ആയിട്ടുള്ള ചെയ്യുന്നില്ല അല്ലെ? സാധനങ്ങളൊന്നും ഇല്ല. ഉം. ഉം. നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിലധികമൊക്കെ ശരീരത്തിന് ഉം. ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പൊ കൊടുക്കാതിരിക്കുന്നത് മൊത്തത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. ഇത് എന്തിനായിരിക്കും അപ്പൊ നമ്മൾക്ക് നിഷ്കർഷ ചെയ്യുന്നത്, ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ചെയ്യണമെന്ന് തോന്നുന്നത്? അത് ഒരു ഇതിന്റെ തരത്തിൽ ഇപ്പൊ ഉദ്ദേശം എന്തായിരിക്കും? ഇസ്ലാമിലെ നോമ്പ് മറ്റു നോമ്പുകളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തമാശയായിട്ട് തോന്നാറുണ്ട്. അതായത് അല്ലത് എന്തിനായിരിക്കും ആ സമയത്ത് എന്തെങ്കിലും ഒരു ആ കാരണം സമയത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര വറുതിയുടെ സമയത്താണ് ഈ സാധനം വരുന്നത്. അതായത് ആ ബദറിന് മുൻപാണ്. ഓക്കെ. അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് വിശപ്പും പട്ടിണിയും ഒക്കെ അവിടെ ഉണ്ട്. മറ്റേ ഈ യുദ്ധം, ഗനീമത്ത്, ഇങ്ങനെ സമ്പത്തൊന്നും ആർജിച്ചു തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത് ഇതിനെ ഒരു ആരാധനാക്രമത്തിലേക്ക് ഈ നോമ്പ് ഉപവാസം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരുടെ ഇടയിലും ഉള്ളതാണ്. അതിനെ ഒരു മാസത്തേക്ക് ഒരു ആരാധനയാക്കിയിട്ട് അതെ അതെ. പല രീതിയിൽ പല കൺവേർട്ട് ചെയ്തത് മതങ്ങളും ആചരിക്കുന്നുണ്ട്. ആയിരിക്കും. അതേപോലെ ഈ നിസ്കാരം, ഈ ജുമാ നമസ്കാരം എന്ന് പറയുന്നതൊക്കെ വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സാധനമാണ്. അത് എല്ലാവരെയും ഒരു സഫായിട്ട് അണിനിരത്താണ്. അത് ശരിക്കും ഈ യുദ്ധത്തിൽ കാലാൾപ്പട നിൽക്കുന്ന പോലെയാണ് ഈ ജമാഅത്തിന്റെ സഫൊക്കെ. അത് നമുക്ക് അതെ അതെ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം അതൊക്കെ അങ്ങനെയുള്ള ഭൗതികമായ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തിയിട്ടുള്ള ചില പരിശീലനങ്ങളാണ്. ഞാനതാ പറയണേ, ഇപ്പൊ മൂന്ന് ജുമാ ഒരുമിച്ച് മുടങ്ങിയാല് ഇസ്ലാം ഒന്ന് പുറത്താണല്ലോ. അതെ അതെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വട്ടം പുറത്തായിക്കണം. അതെ. പക്ഷേ അല്ലെ, അത് ഇസ്ലാമിലെ എല്ലാ അതാണ്. ആരാധനകളും, ഇപ്പൊ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്ന ഈ 5 കാര്യങ്ങൾ, ഇപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ഇങ്ങനെ ഇവൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. ഒരു ചിട്ട, ഒരു പട്ടാള ചിട്ട എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സിസ്റ്റം, ഒരു ചിട്ട, ഒരു കസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ അതിന്റെ ഭാഗമാണല്ലോ ജമാഅത്ത്, ജമാഅത്ത് എന്ന് പറയുന്ന സാധനം. അപ്പം ഉള്ള ആളുകൾ സാധ്യമാകുന്നവരൊക്കെ കൂട്ടായി നിസ്കരിക്കുക എന്നുള്ളതാണ് ജമാഅത്തിന്റെ. മനസ്സിലായോ? അപ്പൊ ആ ഒരു സംഘബലം അതങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാന്നുള്ള ഒരു ഉദ്ദേശം അതിനകത്തുണ്ട്. രണ്ടാമത്തത് നോമ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിശീലനം. ഇങ്ങനത്തെ പെട്ടെന്നൊരു വറുതി, ഒരു പ്രശ്നം. അപ്പൊ അത് ആ സമയത്തുള്ള ഭൗതികമായ ആവശ്യമായിട്ട് തന്നെ കാണുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ഒരു പദ്ധതിയാണ്. മനസ്സിലായോ? സമ്പത്ത് കുറച്ച് എടുത്തെടുത്ത്, അപ്പൊ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ആ സമയത്ത് അത്യാവശ്യമായിട്ടുള്ളായിരുന്ന കാര്യമായിരുന്നു. ഇതൊന്നും ഇപ്പൊ ആരും പറഞ്ഞില്ലെങ്കിലും മനുഷ്യന് കോൺഷ്യസ്ലി തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരാൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ കണ്ട മനസാക്ഷിയുള്ള ഒരാൾക്ക് ഉള്ളതെന്ന് കൊടുക്കാൻ തോന്നുന്നു. അതിപ്പോ ഒരാള് നിഷ്കർഷിക്കണം എന്നില്ല. അതെ. അല്ല, അങ്ങനെയല്ല. ഇത് നിർബന്ധമായിട്ടുള്ള ഒബ്ലിഗേറ്ററി ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോ അതിന് വേറൊരു മാനം വരുമല്ലോ. അതെ 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 അതെ. ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോ അതിപ്പോ മറ്റേ ഇന്ത്യയിലുള്ള ഹിന്ദി പഠിക്കണം എന്ന് ഫോഴ്സ്ഫുള്ളി പറയണ പോലെ. ഈ ഹജ്ജൊക്കെ നിർബന്ധാക്കുന്നത് ഇങ്ങനെയാണല്ലോ. ഹജ്ജൊക്കെ ഇസ്ലാമിന്റെ കംപ്ലീറ്റ് അധികാരം കിട്ടുമ്പോൾ മുതലാണ് ഈ ഹജ്ജ് നിർബന്ധമാവുന്നത്. മനസ്സിലായോ? പിന്നെ അവിടെ വരുമ്പം അവിടെ ഹജ്ജ് തീർത്ഥാടനമാണ്, വരുമാനമാണ്. അപ്പൊ ആ സമ്പത്തൊക്കെ ഇസ്ലാമിക രാജ്യത്തിന്റെ ആണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് സമ്പത്തുള്ളവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇത് എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടുന്നൊക്കെ ആൾക്കാർ എല്ലാ കാലവും വന്നോണ്ടിരിക്കും. കാരണം കുട്ടികൾ എല്ലാ വർഷവും പുതിയ കുട്ടികൾ ആ പ്രായത്തിലേക്ക് എത്തുമല്ലോ. അപ്പൊ എല്ലാ വർഷവും മിനിമം ഹാജിമാരെ കിട്ടും. ഇത് അവിടുത്തെ കച്ചവടം, ബിസിനസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. ഇത് സംഗതി ഇപ്പൊ നിങ്ങൾ ഇതിന്ന് പുറത്തേക്ക് കംപ്ലീറ്റ് വന്നത് ഇതിനെ കുറിച്ച് ഒരുപാട് പഠിച്ചതിന് ശേഷം ഉറപ്പിച്ചിട്ട് പുറത്തേക്ക് വന്നു. എന്റെ കാര്യത്തിൽ ഞാൻ അത്ര ഡീപ്പ് റൂട്ടഡ് സ്റ്റഡി നടത്തിയിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് ഇതിനോട് അത്ര യോജിക്കാൻ കഴിയാത്തതിന് കാരണം എന്താ വെച്ചാല്, ഇതിലുള്ളപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ എന്താ മനസ്സിലാവണെന്ന് വെച്ചാൽ ഇതിന്റെ കാലം അവിടെ കെട്ടിയിട്ടുള്ള പോലെ ഒരു ഫീലിംഗ് ആണ്. അതായത് ഇതിൽ നമുക്ക് സ്വതന്ത്രപരമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നുന്ന മറ്റേ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. എത്തിക്കലായിട്ടുള്ള ഏത് കാര്യം, എത്തിക്കലാണെങ്കിൽ പോലും ചെയ്യാൻ തോന്നുന്ന പല കാര്യങ്ങൾക്കും മതം ഒരു തടസ്സമാണ്. എന്തുവാ നമ്മുടെ ഒരു വളരെ സാധാരണമായ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ്, ഒഴിവ് പോക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സിനിമ കാണല് വെച്ച് തുടങ്ങി, അതൊരു എക്സാമ്പിൾ പറയാം. അതുപോലും നമുക്കതൊരു നിരോധനമാണല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണ് ഇപ്പൊ എങ്ങനെ. മാത്രമല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും ഹലാലുമാണ്. മനസ്സിലായി, അതൊക്കെ അറിയാം. അതിനെപ്പറ്റി അറിവുണ്ട്. അതിനെപ്പറ്റി ഞാൻ കുറെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട്, പിന്നെ പണ്ട് അത്രക്കൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുറെയൊക്കെ അറിയാം. അപ്പൊ അന്ന് ഈ നിയമങ്ങളുടെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അന്ന് കൂടെ നിൽക്കുന്ന ആളുകളെ ഫുൾ ടൈം എൻഗേജ് ആക്കി നിർത്തുക. ഒരു ആജ്ഞയുടെ അപ്പുറത്തേക്ക് അവരെല്ലാവരും ഒരു ലക്ഷ്യത്തിലേക്ക്, മുഹമ്മദ് നബിയുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവരൊക്കെ
സജ്ജരാക്കി നിർത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ അതിനകത്ത്. അത് പണ്ട് ഹിറ്റ്ലർ ഭരിച്ചിരുന്നപ്പോ അവര് മിലിറ്ററി അറ്റാക്ക് ചെയ്തിരുന്നപ്പോ അവിടുത്തെ മിലിറ്ററിക്കാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉള്ള ആരെയും ഉപയോഗിക്കാം, എന്തിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇതാണ്, സെയിം ആണ്. അത് അതെ, അതാ പറഞ്ഞേ. ഹിറ്റ്ലറൊക്കെ മുഹമ്മദിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും. പറയാൻ പറ്റില്ല. അതെ, അവരിപ്പോ അറിവില്ലാത്ത ആളായിരുന്നില്ലേ. ഗീബൽസ് പോലും പഠിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അതാണ്. അപ്പൊ ഞാൻ ആ ചിന്തയിലേക്ക് വന്നപ്പോ ശരി, മതം എന്നുള്ളതിലേക്ക് പോണ്ട. പക്ഷെ എപ്പോഴും പണ്ടേ ഒരു ഇതുണ്ടായിരുന്നു, മതവും ദൈവവും തമ്മിൽ ഒരു ബന്ധമില്ല. ഓക്കെ, ഇപ്പോ ഒരു മതത്തെ ഇപ്പൊ ദൈവം ഉണ്ടെന്ന് പറയാറുണ്ട്. ദൈവം ഇപ്പം ദൈവം ഇല്ല എന്നുള്ളതിന്റെ തെളിവ് മതം ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലുള്ള ചിന്ത, ബേസിക് ചിന്തയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല്, ഇപ്പോ ഒരു മതത്തിൽ കൂടെ ആചരിച്ച് ദൈവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊരു മതം പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ദൈവം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണെന്നുള്ളതല്ല. കാരണം ദൈവം മതത്തിൽ ഉപരിയുള്ള ഒരു സാധനം ആയിരിക്കണല്ലോ ബേസിക്കലി. അല്ല, അത് ആലോചിച്ചാൽ മതി. അതായത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു ദൈവം കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ മനുഷ്യന്റെ ഈ ഭൗതിക ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവം ഉണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ട് എങ്കിൽ ആ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ നാട്ടിൽ നടക്കുന്ന പേക്കൂത്തുകൾക്ക് സമ്മതിക്കോ? അത്ര സിമ്പിൾ ആണ് അതൊക്കെ. ഞാൻ അങ്ങനത്തെ കുറച്ച് ലോജിക്കുകളാണ് ഇതിനകത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പിന്നെ പറയാറുണ്ട്, മതം ശരിയാണെങ്കിൽ ദൈവം ശരിയാണെങ്കിൽ മതം തെറ്റാണ്. പക്ഷേ അതാണ് മതത്തിനുള്ളത് പോയിട്ട് പിന്നെ ഞാൻ അവസാനം എത്തിച്ചേരുന്ന എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചതുപോലെ, നമ്മൾ ആത്മീയപരമായി ഉള്ളിന്റെ ഉള്ളില് നമുക്ക് ഇങ്ങനെ ആശ്രയിക്കാൻ ഇല്ലാതായി പോയല്ലോ, ഈ വിശ്വാസം ഇല്ലാതെ ആവുന്നതിൽ കൂടി നമുക്കൊരു വിശ്വാസം ഇല്ലാതാകുന്നതിൽ കൂടി നമ്മൾ വിശ്വാസം കൂട്ടും എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. അങ്ങനെ ആവണമെങ്കിൽ നല്ലത്. വിശ്വാസം കൂട്ടും. നമ്മള് യാഥാർത്ഥ്യ ബോധത്തോട് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ചിന്ത വരും. ഇപ്പൊ നമ്മള് ഭൗതികമായ ജീവിതത്തില് നമ്മളെ കുട്ടികളോടും നമ്മളെ കുടുംബത്തോടും നമ്മളെ സെൽഫിനോടും എപ്പോഴും പറഞ്ഞു നടക്കണം എന്താ, നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്ന്. ഭൗതിക ജീവിതത്തില് മനസ്സിലായോ? ജോലി, സമ്പത്ത്, കുടുംബകാര്യങ്ങള്, നമ്മളെ നാട്ടിലെ കൈകാര്യങ്ങള്, ഇതിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എന്താ, നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ ഞാൻ പറയണത്, ഞാൻ വിളിക്കുന്നത് ആ ഒരു ഫ്ലോയിൽ വിളിച്ചോന്നുള്ളൂ. എന്താ സംഗതി വെച്ചാലേ, നമ്മളിപ്പോ ഈ സംസാരം നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ട്, ഞാൻ ഇപ്പൊ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങളോട് ഈ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഫിലോസഫി ഒക്കെ പറയും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്തില്ലേ നമുക്ക് എന്തിനെങ്കിലും ആശ്രയിക്കാൻ ഞാൻ പറയാം. ഞാൻ ഈ കഴിഞ്ഞ കോവിഡിന് ശേഷം, അതായത് ഞാൻ എന്റെ പരസ്യ പ്രഖ്യാപനം നടക്കുന്നത് 2019 ഡിസംബറിലാണ്. അതിനു മുൻപും ശേഷവും ജീവിതത്തിൽ അങ്ങനെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് നമ്മള് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ കഴിയുന്നു ചില സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ എന്താ പറയാ, അതിനോട് പൊരുത്തപ്പെടുക, ഇത് ഇങ്ങനെയാണ്, സംഭവിക്കുന്നു എന്ന് നമ്മൾ പൊരുത്തപ്പെടുകയും അതിന് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കുകയും, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പേനയും പേപ്പറും എടുത്തിരുന്ന് വരെ കാര്യങ്ങള് അതൊക്കെ ചെയ്യാറുണ്ട്. അത് നമ്മൾ പരിശീലിച്ചിട്ടില്ലാത്തതിന്റെ പ്രശ്നമാണ്. മറ്റത് മനസ്സിലായോ? പിന്നെ അതിന്റെ ഒരു പൂർണ്ണമായ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു നടുവിൽ നിൽക്കുന്ന ആളാണ്. ഇതിലിപ്പോ ഞാൻ പറയാം, ആകസ്മികമായി ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന ഘട്ടം എന്ന് പറയുന്നത് ഒരു നമുക്ക് നിലവിൽ മനുഷ്യർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അസുഖത്തിന്റെ ഘട്ടം, ആകസ്മികമായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും അപകടങ്ങള്, ഈ തരം കാര്യങ്ങളാണ്. ഇതിലിപ്പോ നിങ്ങൾ നോക്കൂ, ഇതിൽ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവർക്കും ആശ്രയിക്കാത്തവർക്കും ഒരേ അവസ്ഥ തന്നെയാണ്. നമ്മൾ പുറത്തേക്ക് പറയാം, അതായത് പുറത്ത് നിൽക്കണവന് പറയാം, അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് ഏകദേശം ഒരേ അവസ്ഥ തന്നെയാണ്. അപ്പോ മനസ്സിലായോ? ദൈവത്തെ ആശ്രയിക്കുന്നവന് പിന്നെയും കുറച്ചുകൂടി വിഷമം കൂടാനേ സാധ്യതയുള്ളൂ. എന്നാലും എന്നോട് എന്തിനാണ് ഇങ്ങനെ പരീക്ഷണം എന്ന് ചിന്ത വരും. ഭയങ്കര വിശ്വാസികൾ ഇത് കേട്ടാ പറയും, വിശ്വാസികൾ അങ്ങനെ ചിന്തിക്കൂല, ഭയങ്കര ഈമാൻ ഉണ്ടെങ്കിൽ ആ പരീക്ഷണത്തെ. അപ്പൊ കുട്ടി മരിച്ച ഉമ്മാനോട് നിങ്ങൾ രാവിലെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ, ഈ മരിച്ച വിവരം അറിഞ്ഞപ്പോ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു എന്ന് നൗഷാദ് ബാക്കവി വയൽ പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ കണ്ടത്. അതായത് മകൾ മരിച്ചു, 12-13 വയസ്സായ കുട്ടി മരിച്ചു. ആ മരണ വീട്ട് സന്ദർശിച്ച മൊയ്ലിയാർ ഉമ്മാനോട് ചോദിക്കാണല്ലോ,
നിങ്ങൾ ഇന്ന് ഈ മകള് മരിച്ചതിന്റെ പേരിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോന്ന്. ഉം. അപ്പൊ ഉമ്മ പറഞ്ഞു ഇല്ല. അപ്പൊ അത് പറയണം, അത് നിങ്ങൾ ഈമാൻ ഇല്ലാത്തവന്റെ പേരിലാണ് എന്നാണ് ഉസ്താദിന്റെ വാദം. ആ അത് ശരി. മനസ്സിലായോ? അപ്പൊ ഉം. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചവരെ സംബന്ധിച്ച് ചിലപ്പോൾ സന്തോഷമായിരിക്കും ചെറിയ കുട്ടി മരിക്കുന്നത്. ഉം. 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 എന്റെ അതെ. കുട്ടി പിന്നെന്താ പറയാ, ദൈവത്തിന്റെ അടുത്തേക്കാണ് പോയിക്കണെന്നുള്ള നേരെ അങ്ങനെ ഒരു സ്വർഗത്തിൽ പോകുമല്ലോ, ആ ശിക്ഷ അതെ ഒന്നും അതെ. പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ ആ അതൊരു എന്ന്. സമാധാനത്തിന്റെ വാക്കുകൾ ആ പോലെ ആ വേണമെങ്കിൽ അപ്പൊ പക്ഷെ ഉപയോഗിക്കാവുന്ന. അതൊക്കെ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള സമാധാനിപ്പിക്കലാണ്. അതെ അതെ. മനസ്സിലായോ? ഉം. അപ്പൊ മരിച്ച നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി അതെ കുഴപ്പമില്ല, അതെ ഇതിലും വലുതെന്താ വരാതെന്നാണ് ഇങ്ങനെ പോയി അതെ അതെ വിചാരിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ. ആ അതെ മനസ്സിലായി. അതെ, ആ വക ചിന്തകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ അതെ. ഞാൻ അപ്പൊ മറ്റേ എന്തായാലും നടക്കട്ടെ ചിന്തകൾ. നിങ്ങൾ ഞാന് നമ്മളെന്താ പറയാ, നമ്മൾ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ ഉം, കുറച്ച് കുറച്ച് ഉച്ചായിട്ട് ഉത്തരം കിട്ടും. ഒന്നിനും ഉം, പെട്ടെന്ന് ഉം, ഉത്തരം ഉം. ഒന്നും കിട്ടൂല. ഇല്ല ഇല്ല ഉം. കിട്ടില്ല. ചില ആ, സിറ്റുവേഷൻസ് നമ്മളെ മുമ്പിൽ വരും. അപ്പൊ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും അപ്പൊ നമ്മളുടെ ചിന്ത എങ്ങനെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ അവസാന കാലങ്ങളിൽ ചില ആൾക്കാരൊക്കെ ഈ പറയണ്ടല്ലോ, ഈ യുക്തിവാദികളെ കുറിച്ചൊക്കെ പറഞ്ഞ ഞങ്ങൾ അവസാനം മരണത്തിനടുത്തെത്തുമ്പോൾ നിങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നൊക്കെ പറയണതൊക്കെ ഉം, അതൊക്കെ അബദ്ധമാണ് കേട്ടോ. അത് പല കാര്യങ്ങളും ഞാനിപ്പോ കൂടുതലായിട്ട് അടുത്ത് മനസ്സിലാക്കുമ്പോ മരണത്തിന് അങ്ങനൊന്നും ശേഷമോ മരണത്തിന്റെ തൊട്ട് മുമ്പ് മനുഷ്യരുടെ ആശ്രയം ഉണ്ടായേ പറ്റും. മറ്റുള്ള മനുഷ്യരുടെ സഹായം സ്വീകരിക്കേണ്ട ഘട്ടത്തിലൊക്കെ ഉം, ആം, ആ ആവശ്യം ചെയ്തു കൊടുക്കണമെങ്കിൽ ഇതിനെ സമ്മതിക്കണം എന്നൊക്കെ ഇപ്പൊ മതപരമായി ഷഹാദത്ത് ആ കലിമ ചൊല്ലണം. ചിലപ്പോ അങ്ങനെ അങ്ങനത്തെ ആവും. അനുഭവങ്ങളൊക്കെ ഉം. ഒരുപാട് ഒരാള് അത് നിസ്സഹായ അവസ്ഥയിൽ ചെയ്തു സഹായാവസ്ഥയെ പോകുന്നതായിരിക്കും. ചൂഷണം ഉം, ചെയ്തിട്ട് അങ്ങനെ ഉം, മാറ്റിയെടുക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ അങ്ങനെ ഞാനായാലും കുറെ ചിലപ്പോ ചെയ്തു കാര്യങ്ങളൊക്കെ വരും, നിങ്ങളായാലും ചെയ്തു വരും, വേറെ അതൊക്കെ വഴിയില്ലെങ്കിൽ അതെ എന്താ അതെ കാട്ടണം. അതെ. രണ്ട് ചോദ്യം കൂടി കേട്ടോ, ഞാൻ ഉം. അധികം സമയം മെനക്കെടുത്തണില്ല. ഒന്ന്, അയ്യോ മറ്റേ ആ ഏ, ഞാൻ പറയാൻ വന്നത് അത് എന്തോ വന്നു. നമുക്ക് ഓക്കെ. ഇതിനെ പിന്നെ സംസാരിക്കാം. പിന്നെ ഉം. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉം. നിങ്ങളിപ്പോ ഇത് ഈ റെക്കോർഡ് യൂട്യൂബിൽ ഇടുവോ? ഇടണമെങ്കിൽ ഇടാ, ഇടണമെങ്കിൽ ഇടണ്ട. ഇങ്ങനത്തെ ആ ആ സംഭാഷണങ്ങളൊന്നും അങ്ങനെ ഞാൻ ശരിക്ക് അല്ല, ഞാൻ അല്ല ഇടുന്ന ഇടാത്തത് നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ ആ ചോദിച്ചു എന്നുള്ളൂ. ആ ഞാൻ ചോദിച്ചത് ഇപ്പോ ഞാൻ വിളിച്ചത് ഇങ്ങനെ ഒരു എനിക്കൊരു ഈ കാര്യത്തിൽ വെച്ച് സൗഹൃദ സംഭാഷണം നടത്താൻ ഒരാളില്ല എന്റെ അടുത്ത്. ആ ആ ആ അപ്പോ ഞാനിങ്ങനെ കണ്ടപ്പോ ഇങ്ങനത്തെ ശരി. സൗഹൃദ ആ സംഭാഷണങ്ങളും ഇതേ മാനസികാവസ്ഥ പിൻപറ്റുന്നവരൊക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങള് ആ അത് സമൂഹത്തിലേക്ക് കൊടുക്കണം എന്ന് രണ്ടു കൂട്ടർക്കും തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ പുറത്തു വിടാറുള്ളൂ. മറ്റത് അങ്ങനെയല്ല. ആ ഇത് ആ തോൽപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണവന്മാരുണ്ടല്ലോ, ആ വീരസ്യം. ആ ആ ഓക്കെ അങ്ങനത്തെമാരോട് ഓക്കെ പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല. അവിടെ ഓക്കെ ഓക്കെ തിരിക്കും. ശരി 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 ശരി. ആ സൗഹൃദ നിങ്ങള് സംഭാഷണങ്ങൾ അതെ അങ്ങനെ നിരന്തരം നടക്കും. ഓക്കെ. ആയിക്കോട്ടെ ഇതിടുന്ന ഇടാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ ചോദിച്ചു എന്നുള്ളൂ. ആയിക്കോട്ടെ പക്ഷെ ആയിക്കോട്ടെ. ഞാനിങ്ങനെ ചിലപ്പോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇനിയും ആ എന്തെങ്കിലും എന്റെ ബുദ്ധിക്ക് ഉപരിയായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോ ഉത്തരം കിട്ടാത്ത സമയത്ത് ചിലപ്പോ ഇങ്ങനെ വിളിക്കണം തോന്നിയാൽ ശരി വിളിക്കാലോ അല്ലേ? ശരി, വിളിച്ചോ കുഴപ്പമില്ലല്ലോ. വിളിച്ചോളൂ. ഓക്കെ ശരി ശരി, എന്നാ. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു.